അയാളുടെ ഒരു വിഷു സമ്മാനം. ഇത് നീ തന്നെ വച്ചോടി. അത് തനിക്ക് അവകാശപ്പെട്ടതാ. അതുകൊണ്ടാ ഇതെല്ലാം വലിച്ചെറിഞ്ഞ് തനിക്ക് തരാൻ ഇവക്ക് തോന്നിയത്. നല്ല സന്തോഷമുണ്ടല്ലേ? എല്ലാവരും ഇത്ര ദയനീയമായിട്ട് പറ്റിച്ചതിലെ വല്ലാത്തൊരു ആനന്ദം ഉണ്ടല്ലേ? അങ്ങനെ ആനന്ദിക്കുന്നവരല്ലടി ഞങ്ങള്. മറ്റുള്ളവരുടെ സങ്കടം ഞങ്ങൾ ആഘോഷിക്കാറില്ല, നിന്നെയൊക്കെ പോലെ. സംഭവിച്ചത് എന്താണെന്നൊക്കെ താൻ പറഞ്ഞല്ലോ. പിന്നെ എന്തിനായിരുന്നു സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന എനിക്ക് തന്നത്? നീയും നിന്നെ സ്നേഹിക്കുന്നവരും ഞങ്ങളോട് കാട്ടിയ ക്രൂരതയുടെ 4-1 പോലും ഞങ്ങൾ കാട്ടിയിട്ടില്ല. അതുകൊണ്ട് നിന്നോടൊക്കെ കള്ളം പറയേണ്ടി വന്നതില് ഒരു കുറ്റബോധവും ഞങ്ങൾക്കില്ല. സ്വന്തം കുഞ്ഞിനെ നീയൊക്കെ കൊല്ലാതിരിക്കാൻ വേണ്ടിയാ ഞങ്ങൾക്ക് ഇത്രയും വിഷമം സഹിക്കേണ്ടി വന്നത്. നിന്റെ അച്ഛനും മുത്തശ്ശി നല്ല മനുഷ്യരായിരുന്നെങ്കിൽ നിനക്കിപ്പോ നിന്റെ കുഞ്ഞിനെ താലോലിക്കാമായിരുന്നല്ലോ. അങ്ങനെങ്കില് നിന്റെ കയ്യിലൊരു കുഞ്ഞ് കാണുമായിരുന്നല്ലോ. ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് നിങ്ങളുടെയാണെന്ന് ഇപ്പോഴും എനിക്ക് വിശ്വാസം ഇല്ല. നിന്നെ ഇനി അങ്ങനെ വിശ്വസിപ്പിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. നീ IVF ട്രീറ്റ്മെന്റ് എടുത്തു എന്നൊക്കെ പറയുന്നത് ശരിയായിരിക്കും. പക്ഷെ ആ ട്രീറ്റ്മെന്റില് ഇയാള് ഭാഗമായിട്ടുണ്ടാവില്ല. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ അതിൽ നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. അതൊക്കെ ഞാൻ സഹിച്ച പോരെ. എന്തായാലും ഇയാൾക്കൊരു കുഞ്ഞ് ജനിക്കും. ആ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ഞങ്ങൾ രണ്ടാളും ആയിരിക്കും. അത്രമാത്രം നീ ഇപ്പൊ മനസ്സിലാക്കിയാൽ മതി. ഇതിനൊക്കെ എന്തെങ്കിലും ഒരു ദിവസം നിങ്ങക്ക് തിരിച്ചടി കിട്ടിയിരിക്കും. ദൈവം ഉണ്ടെങ്കിൽ കിട്ടിയിരിക്കും. അവക്ക് സമനില തെറ്റിയെന്നാ തോന്നുന്നേ. അതെ, അങ്ങനെ തന്നെ എനിക്കും തോന്നുന്നേ. ഈ ദേഷ്യത്തിന് ഇവരൊക്കെ എന്തേലും ചെയ്യുമെന്ന് എന്റെ പേടി. എല്ലാവരുടെയും മനസ്സ് തകർന്നിരിക്കുക. ഇത്രയും ദിവസം അവരെന്തെങ്കിലും ചെയ്യുമെന്ന് കരുതിയിട്ടാ നമ്മൾ വലിയൊരു നാടകം കളിച്ചത്. ഇനിയിപ്പോ ഭയത്തിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മള് നമ്മുടേതായ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മതി. വാ. ഇനിയാ നമ്മുടെ കുഞ്ഞിനെ നമ്മൾ ഒരുപാട് സൂക്ഷിക്കേണ്ടത്. തന്റെ ഉള്ളിൽ വിഷം ചെന്നിട്ടും നമ്മുടെ കുഞ്ഞിനൊന്നും സംഭവിച്ചില്ലല്ലോ. അന്ന് കൂടെ നിന്ന് ദൈവങ്ങൾ തന്നെ ആ കുഞ്ഞിന് തുണയായിക്കോളും.